അതായത് ഗൈഡ് പറഞ്ഞത് ഇതൊരു അഡ്വഞ്ചറാണ്, നമ്മൾ പോകുന്നത് ഒരു തണുത്ത സ്ഥലത്തേക്കാണെന്ന് നമുക്കറിയാം, പക്ഷെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇനി റേഞ്ച് കാണത്തില്ല. അപ്പം ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ഇതിന് പോവുകയാണ്, തിരിച്ച് വന്നിട്ടേ വിളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതായത് ഒരു -30 ഒക്കെ ഉണ്ടാവും ആ സമയത്ത് ടെമ്പറേച്ചർ. കൈയൊന്നും പുറത്തെടുക്കാൻ പറ്റില്ല. ഞാൻ വന്നുകൊണ്ടിരുന്ന സ്നോ മൊബൈൽ ഒന്ന് ഡയറക്ഷൻ തെറ്റി വീണു. വെതർ ഭയങ്കര മോശമായിരുന്നുകൊണ്ട് തന്നെ കാറ്റ് ഭയങ്കരമായിട്ട് മുഖത്തോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഫേസ് ഞാൻ നോക്കുമ്പം ഭയങ്കരമായിട്ടൊന്ന് റെഡ് ആയിട്ടുണ്ട്, മൊത്തത്തിലൊന്ന് റെഡ് ആയിട്ടുണ്ട്. അപ്പോഴും എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിച്ചത് നമുക്ക് എവിടെയെങ്കിലും ഇടിക്കുമ്പോൾ ഒന്ന് രക്തം കട്ട പിടിക്കില്ലേ, ആ കളറായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ ടൂർ സ്റ്റാർട്ട് ചെയ്യാണല്ലോ 6 മണിക്ക്. അപ്പം ഞാൻ റെഡി ആകുമ്പം ഇനി എനിക്ക് മേക്ക് ഷുവർ എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ ക്ലോത്തിങ് പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ്. കാരണം കുറച്ച് ഈ ലോങ്ങിയർബൻ ടൗണിൽ നിന്ന് വിട്ട് കുറച്ച് ദൂരം പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് എൻ്റെ ക്ലോത്തിങ്, അതായത് എൻ്റെ ബേസ് ലെയേഴ്സ്, നമ്മൾ ഏറ്റവും താഴെ ഇടുന്ന ലെയർ നല്ല വാമായിട്ടുള്ള തെർമൽസ്, കുറച്ച് ചൂട് തരുന്ന ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ നമുക്കത് പിന്നെ പ്രശ്നമാവും, തണുക്കാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ബേസ് ലെയർ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി എൻ്റെ ഗൈഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഹോട്ടലിൻ്റെ പുറത്ത്. അപ്പം 6 മണിക്ക് കറക്റ്റായിട്ട് തന്നെ ഗൈഡ് വന്നു. ടൂർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഗൈഡ് കുറച്ച് ഇൻഫർമേഷനൊക്കെ നമുക്ക് ഈ സിറ്റിയെ പറ്റി പറഞ്ഞു തന്നു. ഇപ്പം എൻ്റെ ആദ്യത്തെ ടൂർ എന്ന് പറയുന്നത് ഗ്ലോബൽ സീഡ് വോൾട്ട് കാണാനാണ്. ഒരു 6 മണിക്ക് തുടങ്ങി ഒരു നൈറ്റ് ഒരു 9-9:30 ആകുമ്പോൾ ഫിനിഷ് ചെയ്യുന്ന ഒരു ടൂറാണ്. അപ്പോൾ സീഡ് വോൾട്ട് എന്ന് പറയുന്നത് ഇവിടെ പല രാജ്യത്തും ഉണ്ട് ഈ ജീൻ ബാങ്ക്സ് അല്ലെങ്കിൽ സീഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പൈസ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ സീഡ്സ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു നാച്ചുറൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചാൽ, അതൊരു യുദ്ധമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളപ്പൊക്കം, എന്ത് ഭൂമികുലുക്കം, എന്ത് ഒരു കലാമിറ്റി സംഭവിച്ചാലും ആ ഒരു റീജിയൻ അവർക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാൻ ആദ്യം വേണ്ടത് ആ ഒരു വെജിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പ് ഡൈവേഴ്സിറ്റി, അതാണ് വേണ്ടത്. അപ്പം അതിന് സൂക്ഷിച്ച് വെക്കാൻ നമുക്ക് സീഡ്സ് പ്രിസർവ്ഡ് ആയിട്ട് വെക്കണം. അപ്പം ഇത് നമുക്ക് അകത്ത് കയറിയൊന്നും കാണാൻ പറ്റില്ല, നമ്മൾ ഗൈഡിൻ്റെ കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ എൻട്രൻസിൽ നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ അതിൻ്റെ എൻട്രി വേയിൽ ഒരു ആർട്ട് വർക്ക് കാണാൻ പറ്റും. അതിൻ്റെ ആർട്ട് വർക്കിൻ്റെ പേര് പെർപ്പച്വൽ റിപ്പർക്കഷൻ എന്നാണ്. ആ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു നോർവീജിയൻ ആർട്ടിസ്റ്റായ ദിവേക്കെ സാനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആർട്ടിക് റീജിയൻ. ആ ആർട്ടിക് റീജിയനിലെ സൺലൈറ്റും ഡേ ലൈറ്റും നൈറ്റ് ലൈറ്റും ഒക്കെ, അതായത് ആർട്ടിക് ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ക്വാളിറ്റി, അത് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് അത്. അപ്പോൾ നമ്മളത് കണ്ടു, ഇൻഫർമേഷനൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ച് ഗൈഡ് പറഞ്ഞു എന്നാൽ നമുക്ക് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് ഹോട്ട് ഡ്രിങ്ക്സും കുക്കീസൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവരുടെ ഓഫീസിൽ പോയി. അപ്പം ഞങ്ങൾക്ക് ഒരു ഹോട്ട് ഡ്രിങ്ക്സ് സെർവ് ചെയ്യാണ്. അപ്പം അതും എനിക്ക് അത്ര പുതിയതല്ല, പക്ഷെ ഞാൻ ഇതിന് മുന്നേ ഫിൻലൻഡും നോർവേയും പോയപ്പം ഞാനത് മുന്നേ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെയിം ഇതാണ്. അതെന്ന് വെച്ചാൽ ഒരു ബെറി ജ്യൂസാണ്, പക്ഷെ നല്ല ഒരു ഹോട്ടാണ്. നമ്മൾ ആ ഒരു തണുത്ത എൻവയോൺമെൻറ്റിൽ നമ്മളൊരു -25 നമ്മൾ അത്രയും തണുത്തിരിക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ഹോട്ട് ഡ്രിങ്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. അതൊരു ബ്ലൂബെറി, ഏതെങ്കിലും ഒരു ബെറിയുടെ ഒരു ജ്യൂസ് ആയിരിക്കും. അത് നല്ല ടേസ്റ്റാണ്, ഷുഗറിയാണ്. അതിൻ്റെ കൂടെ ഒരു കുക്കീസും തരും. ആ കുക്കീസ് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് ട്രൈ ചെയ്യുന്നത്. ഒരു സാധാ ചോക്ലേറ്റ് കുക്കീസാണ്, പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ആ ഒരു ബെറി ജ്യൂസിൻ്റെ കൂടെ നമ്മളത് അവിടെ ഇരുന്ന് അവരോടൊത്ത് വർത്താനം പറഞ്ഞ് ആ തണുപ്പീന്ന് ചൂടിലേക്ക് പോയി നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേറൊരു ടേസ്റ്റാണ് അതിന് ഫീൽ ചെയ്യുക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഓരോരുത്തരെയും ഓരോ ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഞാൻ മാത്രമാണ് ഈ ഹോട്ടലിൽ ഉള്ളത്. അപ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ റൂമിൽ പോയി ഇനി ഡിന്നർ കഴിക്കണം, ഒന്ന് ഫ്രഷ് ആവണം, ഉറങ്ങണം. അതായിരുന്നു മെയിൻ ഇത്. എൻ്റെ സെക്കൻഡ് ഡേ ഇൻ സ്വാൽബാർഡാണ്, 30th മാർച്ചിൽ. ഈ ദിവസം ഞാൻ എടുത്തിരിക്കുന്ന ടൂർ എന്ന് പറയുന്നത് ഒരു ഗ്ലേഷ്യർ ടൂറാണ് ബൈ ബോട്ട്. അപ്പോൾ ഇത് നമുക്ക് വിൻ്ററിൽ മാത്രമേ ഇത്രയും ഒരു ഐസ് ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത്. അപ്പം ഒരു ഗ്ലേഷ്യറിൻ്റെ ഒരു വിസിറ്റും പിരമിഡ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിൽമെൻറ്റും ആണ് ആ ടൂറിൻ്റെ അവർ പറഞ്ഞിരുന്ന ടാർഗറ്റ്.
അവർ ടൂറിനകത്ത് തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു, നമ്മുടെ ലെയറിങ് എങ്ങനെയായിരിക്കണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത്. അതിൽ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ബൈനാക്കുലറും പ്രോപ്പർ ലെയറിങ്ങും. ബൈനാക്കുലർ ബോട്ടിൽ അവൈലബിൾ ആണ്, പക്ഷേ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും കിട്ടണം എന്നില്ല. പക്ഷെ ഞാൻ ഓൾറെഡി അത് വാങ്ങിയതുകൊണ്ട് എനിക്ക് ആ ടെൻഷനില്ല. അപ്പോൾ അതെല്ലാം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തി ഞാൻ ഗൈഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഇത്തവണ വന്നത് ഒരു ബസ്സാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും കുറേ ആൾക്കാരുണ്ട്, പിന്നെ ബോട്ട് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബോട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര, ഞാൻ ഇത്രയും ഒരു ഫ്രീസായിട്ട് അല്ലെങ്കിൽ അത്രയും തണുത്ത ഐസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബോട്ട് കണ്ടിട്ടില്ല. അതിന് ചുറ്റും ഐസാണ്. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണത്. ഇതെങ്ങനെയായിരിക്കും ഈ ഐസ് ബ്രേക്ക് ചെയ്ത്, ഐസ് ബ്രേക്കർ ക്രൂസ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് റിയൽ ആയിട്ട് ഞാനതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം. അത് എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നു. അവിടെ ചെന്നു, ബോട്ടിൽ കയറ്റുമ്പോൾ അവരിങ്ങനെ പേര് ചോദിച്ചു, ഓരോരുത്തരെയും പേര് ചോദിച്ച് ഉറപ്പ് വരുത്തി കയറി. ഇപ്പോൾ ബസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ബോട്ടിൽ കയറുന്നതിന് മുന്നേ ഉള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരുന്നു അവർ. അതായത് ഗൈഡ് പറഞ്ഞത് ഇതൊരു അഡ്വഞ്ചറാണ്, ഇതൊരു ആർട്ടിക് അഡ്വഞ്ചറാണ്. നമ്മൾ പോകുന്നത് ആർട്ടിക് ആണെന്ന് നമുക്കറിയാം, നമ്മൾ പോകുന്നത് ഒരു തണുത്ത സ്ഥലത്തേക്കാണെന്ന് നമുക്കറിയാം, ഐസ് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ മൊമെൻറ്റും കെയർഫുൾ ആയിരിക്കണം എന്നുള്ള ഒരു അഡ്വഞ്ചറിന് പോകുന്ന എന്താണോ ആ ഒരു ഇൻസ്ട്രക്ഷനാണ് ഗൈഡ് ആദ്യമേ തന്നെ നമുക്ക് തരുന്നത്. അത് നമ്മളെ പേടിപ്പിക്കാനല്ല, നമ്മൾ അത്രയും ലാഘവത്തോടെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈഡ് ആ ഇൻസ്ട്രക്ഷൻസ് തരുന്നത്. പിന്നെ എത്ര പാസഞ്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏകദേശം 90 പാസഞ്ചേഴ്സും 10 ക്രൂ മെമ്പേഴ്സും ആണ് ഉള്ളത്. പിന്നെ ബാക്കി കുറച്ച് സെക്യൂരിറ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. അതായത് ബോട്ടിൽ നമ്മൾ കെയർഫുൾ ആയിട്ട് നിൽക്കണം, എല്ലായിടത്തും സ്ലിപ്പറി ആയിരിക്കും, അതിൻ്റെ റെയിൽസൊക്കെ ഭയങ്കര തണുത്ത് ഫ്രീസായിട്ടായിരിക്കും നിൽക്കുന്നത്. ഒരു കാരണവശാലും കൈ നമ്മുടെ ഗ്ലൗസിൻ്റെ പുറത്തെടുക്കാൻ പാടില്ല, നല്ല തണുപ്പായിരിക്കും, ഫ്രീസാവും. നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ നാവോ ഒന്നും ആ ഒരു സ്റ്റീലിലോ അല്ലെങ്കിൽ ആ ബോട്ടിൻ്റെ സൈഡിലോ ഒന്നും നമ്മൾ കൈ അല്ലെങ്കിൽ നമ്മുടെ ബോഡി കൊണ്ട് ടച്ച് ചെയ്യാൻ പാടില്ല, ഭയങ്കര ഫ്രീസായിട്ടിരിക്കുന്നുണ്ടാവും, അത് ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞു. ഇപ്പം ബോട്ടിൽ തന്നെ നമുക്കിങ്ങനെ സ്റ്റെപ്പ് കയറി 2 ഇതുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പം നമുക്ക് അത് കോണി പിടിച്ച് കയറണം, തിരിച്ചിറങ്ങുമ്പം നമ്മൾ സാധാരണ ഇറങ്ങുന്ന പോലെ ഇറങ്ങരുത്, തിരിഞ്ഞിറങ്ങണം എന്ന് പറഞ്ഞു. അത് കെയർഫുൾ ആയിരിക്കണം, അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സ്ലിപ്പായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് വന്നാൽ ലൈഫ് ജാക്കറ്റ് ഇട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ മീറ്റിംഗ് പോയിന്റിൽ എത്തണം, അതെല്ലാം പറഞ്ഞ് നമ്മൾ ബോട്ടിൻ്റെ അടുത്തെത്തി, എല്ലാം ചെക്ക് ചെയ്ത് ബോട്ടിൽ കയറി. അങ്ങനെ ജേർണി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആർട്ടിക് വൈൽഡ് ലൈഫ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എൻകൗണ്ടർ ചെയ്യാം. അപ്പം ഗൈഡും ക്രൂ മെമ്പേഴ്സൊക്കെ അത് വളരെ സ്കിൽഡാണ്. അപ്പോൾ അവർ സ്പോട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ അറിയിക്കും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഓരോ അനൗൺസ്മെൻറ്റും വെയിറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് വേണം നമ്മൾ അവിടെ ഇരിക്കാൻ. ഇത് ഐസ് പല പല ഷേപ്പിലാണ്. അതായത് സീ ഐസ് എന്ന് പറയുന്ന തന്നെ പല ടൈപ്പുണ്ട്. അപ്പം അതിൽ ഞാൻ കണ്ട 2-3 എണ്ണമാണ് ഈ ഫ്ലവറിൻ്റെ ഷേപ്പിൽ, ഫ്ലവർ ബഡിൻ്റെ ഷേപ്പിൽ, പാൻ കേക്കിൻ്റെ ഷേപ്പിൽ, അതൊക്കെ അങ്ങനെ തന്നെയാണ് സയൻറ്റിഫിക്കലി അതിൻ്റെ പേര്. പിന്നെ നമ്മൾ ഈ ജേർണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കുറേ ക്യാബിൻസ് കാണാൻ പറ്റും. അപ്പോൾ അതും നമ്മൾ ഈ വഴിയിൽ കാണും. ഈ മൗണ്ടൻസിൻ്റെയൊക്കെ താഴെ ചെറിയ ചെറിയ ഒരു കുഞ്ഞു സ്പോട്ടായിട്ടേ നമ്മൾ കാണുള്ളൂ. പക്ഷെ അതൊക്കെ ഇങ്ങനെ ക്യാബിൻസ് ആണ്. അത് ബൈനാക്കുലർ വെച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് ദൂരം പോയി ഈ ബോട്ടിൻ്റെ താഴെ ഇറങ്ങി പോകുമ്പോൾ അവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിനകത്ത് അവരിങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഇന്ന ദിവസം അല്ലെങ്കിൽ ഇതുവരെ എത്ര പോളാർ ബെയറിനെ സ്പോട്ട് ചെയ്തു, എത്ര വെയിൽസിനെ സ്പോട്ട് ചെയ്തു, എത്ര വാൽറസിനെ സ്പോട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്പറൊക്കെ ഇട്ട് അതിൽ വെച്ചിട്ടുണ്ട്, ഓരോ ജേർണിയിലും എന്തൊക്കെ ചെയ്തു എന്നൊക്കെയുള്ളത്. അതൊക്കെ നമ്മളിങ്ങനെ വായിക്കാൻ പറ്റും. അങ്ങനെ പോകുമ്പം അനൗൺസ്മെൻറ്റ് വരികയാണ്. റൈറ്റ് സൈഡിൽ നോക്കുമ്പം പോളാർ ബെയറിനെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് വരുവാണ്, ക്രൂവിൻ്റെ അനൗൺസ്മെൻറ്റ്. അപ്പം എൻ്റെ കയ്യിൽ ആ വലിയ പ്രൊഫഷണൽ ക്യാമറ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഫോണേ ഉള്ളൂ. എത്ര സൂം ചെയ്താലും ആ സൂമിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ, അത്രയും ദൂരത്താണ് ഇതിനെ കാണുന്നത്. പക്ഷേ ബൈനാക്കുലറിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ റിയൽ ഐസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പാടാണ്, കാരണം ഭയങ്കര ദൂരമാണ്. ഇപ്പോൾ ക്രൂ അനൗൺസ് ചെയ്യുന്നുണ്ട് റൈറ്റ് സൈഡിൽ നോക്കുക, റൈറ്റ് സൈഡിൽ നോക്കുക. അപ്പം ചിലർ കണ്ടു, ചിലവർ കണ്ടില്ല. അപ്പം ആദ്യം എനിക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു, ഇത് കാണുന്നില്ലല്ലോ, ഇത് എവിടെയാണ്. ഒന്നാമത് മഞ്ഞ് പൊതിഞ്ഞാണ് മൗണ്ടൻസ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു പോളാർ ബെയർ, വൈറ്റ് ബെയറിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ പാടാണ്.
അപ്പം അങ്ങനെ നോക്കി നിൽക്കുമ്പം ഒരാൾ എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ ബൈനോക്കുലറിൽ ഞാൻ നോക്കുമ്പോഴും കാണുന്നില്ല. മേ ബി അത് എവിടെയാണെന്ന് എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ പുള്ളിയുടെ ബൈനോക്കുലർ എനിക്ക് തന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബൈനോക്കുലറിൽ ഞാൻ നോക്കുമ്പം എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ ഇങ്ങനെ വിരൽ വെച്ച് ചൂണ്ടിക്കാണിച്ചു തന്നു, ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ടു. അപ്പം നമ്മൾ ഈ സൂവിലൊക്കെ പോയി കാണുമ്പം ഉള്ളതുപോലെ അല്ലല്ലോ, നമ്മൾ അവരുടെ വൈൽഡ് ഇതിലേക്ക് നമ്മൾ ഇറങ്ങി നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണുന്ന ഒരു ഫീലല്ലേ അത്. കാണുക എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ അത് ഭയങ്കര ലക്കിയാണ്. ഒരു ടേബിളിൽ ഇങ്ങനെ ഒരാൾ ആ ക്യാമറയിൽ അദ്ദേഹം ക്യാമറ എടുത്ത് അവിടെ വന്ന് ഇരിക്കുകയാണ്. അപ്പം ഞാൻ അതിങ്ങനെ കണ്ടു, അദ്ദേഹം എടുത്ത ഫോട്ടോ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പം അത് കാണിച്ചു തന്നു. അപ്പം നല്ല രസമായിട്ട് അതിലെടുത്തു. അത്രയും സൂം ചെയ്ത് അതിനത്രയും ഇതായിട്ടുള്ള ക്യാമറ ആയതുകൊണ്ടായിരിക്കും അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റി. എനിക്ക് മെമ്മറിക്കെങ്കിലും വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പകർത്തി. അങ്ങനെ ജേർണി വീണ്ടും കണ്ടിന്യൂ ചെയ്തു. കുറേ ദൂരം പോയി. അവിടുന്ന് തിരിച്ച് ഒരു ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ റിട്ടേൺ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഗൈഡ് ഞങ്ങളെ തിരിച്ച് ലോങ്ങിയർബനിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് അവിടുന്ന് ബസ് കയറി ഓരോരുത്തരെയും ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അന്ന് ആ ഒരു ടൂറ് അതോടെ തീർന്നു. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നെക്സ്റ്റ് ഡേ എൻ്റെ സ്വാൽബാർഡിലെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ അന്നത്തെ ടൂർ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്നോമൊബൈൽ റൈഡാണ്. രാവിലെ ടൂർ ഗൈഡ് വന്നു. ഈ ജേർണിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് എത്ര ലെയർ ഇട്ട് ഇറങ്ങിയാലും നമ്മൾ അവരുടെ ഓഫീസിൽ ചെന്നിട്ട് അവർ തരുന്ന കുറച്ച് ക്ലോത്തിങ് ഉണ്ട്, അത് മേക്ക് ഷുവർ ചെയ്യണം. അത് നമ്മൾ ഉറപ്പായിട്ടും ധരിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. അപ്പം ആ ഡ്രസ്സൊക്കെ അവർ തന്നു. നമ്മൾ അതൊക്കെ ധരിക്കാൻ പറഞ്ഞു. അതിന് പ്രത്യേകതയായിട്ടുള്ള കുറച്ച് ബൂട്ട്സ് ഉണ്ട്, ഷൂസ് ഉണ്ട്. നമ്മൾ സാധാരണ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ഷൂസ് പറ്റില്ല. അപ്പോൾ അത് അവർ അവിടെ നിന്ന് തരും. അപ്പോൾ ആ ഷൂസും ഇട്ട് ഈ ഡ്രസ്സും ഇട്ട് നമ്മൾ റെഡി ആവണം എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം റെഡിയായി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കണം. അതായത് ഈ ജേർണി അഡ്വഞ്ചറസ് ആണ്, ഇതിലെന്തും സംഭവിക്കാം, പേഴ്സണൽ ഇഞ്ചുറി സംഭവിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പം അതിനൊക്കെ നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി, ഗൈഡല്ല ഉത്തരവാദി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളൊരു പേപ്പർ സൈൻ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും പറ്റിയാലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിളിക്കാനുള്ള ഒരു കോണ്ടാക്ട് നമ്പറും നമ്മൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവരും റെഡിയായി. ഗൈഡ് വന്നിട്ട് ഈ സ്നോമൊബൈൽ എങ്ങനെയാണ് ഓടിക്കുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഓടിക്കാൻ പറ്റും, വേറെ പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും വേണ്ട. അങ്ങനെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. അതെല്ലാം കേട്ടു. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്തില്ല, കാരണം എനിക്ക് ഫോട്ടോസ് എടുക്കണം, ആ ജേർണി എൻജോയ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ബാക്ക് സീറ്റിലായിരുന്നു. അങ്ങനെ ഒരു 5-6 സ്നോമൊബൈൽസും ഈ ഗൈഡുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗൈഡിൻ്റെ സ്നോമൊബൈലിൻ്റെ ബാക്കിൽ ഒരു ഓറഞ്ച് ഒരു റെഡ് ഫ്ലാഗ് കാണും. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഇത്. ഗൈഡ് ഫ്രണ്ടിൽ പോവും, നമ്മൾ പുറകെ പോവും. ആ ഫ്ലാഗാണ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുക. പുള്ളി കുറച്ചധികം ദൂരം പോയാലും ആ ഫ്ലാഗ് നമ്മളിങ്ങനെ കാണും. അങ്ങനെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഈ ജേർണി എന്ന് പറയുന്നത്, ഈ ലോങ്ങിയർബൻ നിൽക്കുന്നത് സ്വാൽബാർഡിൻ്റെ വെസ്റ്റ് കോസ്റ്റിലാണ്. ഇവിടെ നിന്ന് ഈസ്റ്റ് കോസ്റ്റിലേക്കുള്ള ഒരു റൈഡാണ്. ഇടയ്ക്ക് ഒരു 4-5 വട്ടം ഒരു സ്റ്റോപ്പ് ചെയ്യും. ആദ്യത്തെ സ്റ്റോപ്പിൽ ഗൈഡ് കുറച്ച് സ്വാൽബാർഡിൻ്റെയും ലോങ്ങിയർബൻ്റെയൊക്കെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഒരു സെക്കൻഡ് സ്റ്റോപ്പിലെത്തി. സെക്കൻഡ് സ്റ്റോപ്പിൽ ഗൈഡ് നിർത്തിയിട്ട് അവിടെ പെർമ ഫ്രോസ്റ്റ് നമുക്ക് കാണിച്ച് അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ തരുവാണ്. അപ്പം അത് നല്ല ബ്ലാക്ക് ഒരു തിക്ക് ഐസാണ് അവിടെ. അപ്പം അദ്ദേഹം ഇങ്ങനെ നമുക്ക് ഫണ്ണിന് വേണ്ടിയിട്ട് അതിലൂടെ ഒന്ന് സ്ലൈഡ് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിച്ചു തന്നു. നമ്മളെടുത്ത് വീഡിയോസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും വീഡിയോസ് എടുത്തു. ഇനി ഈ സെക്കൻഡ് സ്പോട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരുപാട് ദൂരം പോകാനുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതുവരെ എത്തണം. അപ്പോൾ ഇനി റേഞ്ച് കാണത്തില്ല. അപ്പം ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ ഇതിന് പോവുകയാണ്, തിരിച്ച് വന്നിട്ടേ വിളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൈഡിൻ്റെ കയ്യിൽ സാറ്റലൈറ്റ് ഫോണുണ്ട്. അങ്ങനെയാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ കാണുക എന്ന് പറയുന്നത് ജസ്റ്റ്
മഞ്ഞ് മലകളും ഗ്ലേഷ്യേഴ്സും ഫ്രോസൺ ആയിട്ടുള്ള ലേക്കും ഇതിലൂടെയൊക്കെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ വണ്ടി ഓടിച്ച് 3ാമത്തെ സ്റ്റോപ്പിലെത്തുമ്പം ഗൈഡ് പറയും ഇവിടെ റെയിൻഡിയറിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും, അപ്പം നമുക്ക് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കുറച്ചൊരു മുകളിലോട്ട് കയറുമ്പം അവിടെ 2-3 റെയിൻഡിയർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സ്പോട്ട് ചെയ്തു. ഒരു 4ാമത്തെ സ്റ്റോപ്പിൽ നിർത്തി. അവിടെ നിന്നപ്പോൾ ഗൈഡ് പറഞ്ഞു ഇവിടെ നമുക്ക് കുറച്ച് നേരമുണ്ട്, ഇവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലൊക്കേഷനാണ്. അതായത് ഒരു -30 ഒക്കെ ഉണ്ടാവും ആ സമയത്ത് ടെമ്പറേച്ചർ. കൈയൊന്നും പുറത്തെടുക്കാൻ പറ്റില്ല. ഐസ് ഇങ്ങനെ ഭയങ്കര ബ്ലൂ ഐസ് പോലെ വലിയ ഐസുകളാണ് നമ്മളവിടെ കാണുന്നത്. വേറെ ഒന്നുമില്ല, പക്ഷെ അതിന് ഭയങ്കര ഭംഗിയാണ്. നമുക്കൊരിക്കലും വേറെ ഒരു സ്ഥലത്തും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ നിർത്തി ഗൈഡ് കൊണ്ടുവന്ന ഹോട്ട് ഡ്രിങ്ക്സും ലഞ്ച് പാക്ഡ് ഫുഡായിരുന്നു. അതായത് നമ്മളൊരു പാക്കേജിനകത്ത് ഒരു ഡ്രൈഡ് ഫുഡാണ്. അപ്പം അതിൽ അദ്ദേഹം തന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കാൻ പറയും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കണം. പിന്നെ വേറൊരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ഒരു ഓപ്ഷനും ഇല്ല. അപ്പം ഗൈഡ് പറഞ്ഞു ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാറിയിരുന്ന് അവിടെ പോവാം, മഞ്ഞുണ്ട്, നമ്മളത് മൂടിയിടണം, വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം 1-2 പേര് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് നമ്മളവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അദ്ദേഹം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നു. ഞങ്ങളടുത്ത് പറഞ്ഞു ഇവിടുന്ന് നമ്മൾ ഗ്ലേഷ്യറാണ് ഇനി റൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഗ്ലേഷ്യർ എന്ന് പറയുമ്പം നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഗ്ലേഷ്യർ എപ്പോൾ വേണമെങ്കിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഒരു പാത്തുണ്ട്, ആ ഒരു വഴി കൂടെ തന്നെ നമ്മൾ പോകണം. ഗൈഡ് ഏത് വഴി കൂടെ പോകുന്നോ ആ വഴി കൂടെ തന്നെ നമ്മൾ പോകണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിരുന്നു. ഏകദേശം അവിടെ നിന്ന് 1 മണിക്കൂറിന് മേലെ റൈഡ് ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് റൈഡായിരുന്നു. റൈഡ് ചെയ്ത് നമ്മളൊരു ഗ്ലേഷ്യറിലാണ് സ്നോമൊബൈൽ കൊണ്ട് നിർത്തുന്നത്. അവിടെ നിന്നു ഗ്ലേഷ്യറിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തു. അവിടെ നിന്ന് നമ്മളവിടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഗൈഡ് എടുത്തു തന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു ഇനി നമുക്ക് തിരിച്ചു പോകണം, എല്ലാവരും നല്ല സ്പീഡിൽ വേണം ഡ്രൈവ് ചെയ്യാൻ, പതുക്കെ വന്നാൽ പറ്റില്ല, നമുക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അത് നമ്മൾ എത്രയും വേഗം എത്തണം, ബാഡ് വെതർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം കുറച്ചൊരു കയറ്റമാണ്, ഒരു മൗണ്ടൻ ആണ്. അപ്പം മൗണ്ടൻ കയറി ഇങ്ങനെ ഇറങ്ങണം. അപ്പം ഞാൻ വന്നുകൊണ്ടിരുന്ന സ്നോമൊബൈൽ ഒന്ന് ഡയറക്ഷൻ തെറ്റി വീണു. പക്ഷെ മറിഞ്ഞ് വീണില്ല, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പക്ഷെ ട്രാക്ക് തെറ്റി ഒന്ന് റൈറ്റ് സൈഡിലോട്ടൊന്ന് പോയി. അപ്പോഴത്തേക്ക് ഗൈഡ് കുറച്ച് ഫ്രണ്ടിലായിട്ടുണ്ട്. ഞങ്ങളുടെ സ്നോമൊബൈൽ ഏകദേശം ഒരു 3ാമത്തെ എന്തോ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. ആര് വീണാലും അദ്ദേഹം നോക്കും, തിരിച്ചു വരും. അപ്പോൾ വന്നു, നമുക്ക് അവിടെ നിന്ന് ആ സ്നോമൊബൈൽ എടുക്കാൻ പറ്റുന്നില്ല, സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കാരണം അത് ട്രാക്ക് വെട്ടി ഒന്ന് തിരിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഗൈഡ് തന്നെയാണ് വന്ന് അത് ട്രാക്കിലോട്ടാക്കി എത്തിച്ചു തന്നു. വെതർ ഭയങ്കര മോശമായിരുന്നുകൊണ്ട് തന്നെ കാറ്റ് ഭയങ്കരമായിട്ട് മുഖത്തോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റായിരുന്നു കൂടുതൽ. കാറ്റ് കാരണം എൻ്റെ മുഖത്ത് ഫുള്ള് തണുപ്പ് ഇങ്ങനെ കട്ട പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അത് മനസ്സിലാവുന്നില്ല. ഈ സ്നോമൊബൈൽ ഓടിച്ച് കഴിഞ്ഞ് നമ്മൾ ഓഫീസിലെത്തി. ഗൈഡ് എല്ലാവരുടെയും മുഖം ഒന്ന് ചെക്ക് ചെയ്തു. എല്ലാവരുടെയും മുഖവും കൈയും ഒക്കെ നോക്കി. അപ്പോൾ എല്ലാവരും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫേസ് ഞാൻ നോക്കുമ്പം ഭയങ്കരമായിട്ടൊന്ന് റെഡായിട്ടുണ്ട്, മൊത്തത്തിലൊന്ന് റെഡായിട്ടുണ്ട്. അപ്പോഴും ഗൈഡ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഫ്രോസ്റ്റ് ബൈറ്റ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് തിരിച്ച് ഡ്രോപ്പ് ചെയ്ത് ഹോട്ടലിലെത്തി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫേസിൽ കുറച്ച് ഭാഗം ഇവിടെയും കവിളിലൊക്കെ ഒരു ഒരു റെഡ്നെസ് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എൻ്റെ ഫേസിൻ്റെ കളർ മാറുന്നുണ്ട് അവിടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബ്ലാക്ക് റെഡ് കളർ പോലെ വന്നു. ഭയങ്കര ബ്ലാക്ക് അല്ല. അപ്പോഴും എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിച്ചത് നമുക്ക് എവിടെയെങ്കിലും ഇടിക്കുമ്പോൾ ഒന്ന് രക്തം കട്ട പിടിക്കില്ലേ, ആ കളറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം തണുപ്പ് കൊണ്ട് രക്തം കട്ട പിടിച്ച് കിടക്കുന്നതായിരിക്കും, സ്കിന്നിന് ഉള്ളിൽ എന്തോ സംഭവിച്ചതാണ്, കുഴപ്പമില്ല. അപ്പോൾ രക്തം കട്ട പിടിച്ച് തന്നെ കുറച്ച് കഴിയുമ്പം പിറ്റേന്ന് അങ്ങ് മാറുമല്ലോ, അങ്ങനെ മാറും എന്ന് വിചാരിച്ചു. അപ്പോൾ നൈറ്റ് ആയപ്പം ഇത് കുറച്ചുകൂടെ ഒന്ന് കൂടി, തൊലി ഇങ്ങനെ ഇളകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ വേറെ മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും അന്ന് രാത്രിയിലില്ല. അപ്പം റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഫ്രോസ്റ്റ് ബൈറ്റ് ആണ്, പേടിക്കാനൊന്നുമില്ല, അങ്ങനെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്റ്റേജ് ഒന്നും എത്തിയിട്ടില്ല, കുറച്ച് ആഴ്ചകളിൽ അതങ്ങ് മാറും എന്ന് പറഞ്ഞു.
ഫ്രോസ്റ്റ് ബൈറ്റ് വന്നു. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയതാണ്. പക്ഷെ ആ ഡേ എനിക്ക് അവിടെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ വന്ന കാര്യങ്ങൾ എനിക്ക് പ്ലാൻ ചെയ്യാം. അന്ന് വേറെ ടൂറൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ സെൽഫായിട്ട് ആ ഒരു ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് മിസ്സാക്കാൻ പറ്റില്ല. എനിക്ക് നെക്സ്റ്റ് ഞാൻ പോകണം എന്ന് വിചാരിച്ചത് മ്യൂസിയം, യൂണിവേഴ്സിറ്റി അതൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. മ്യൂസിയം കയറി അവിടുത്തെ കുറേ ഹിസ്റ്ററി അവിടെ എഴുതിയിട്ടുണ്ട്. നോർത്ത് പോൾ എക്സ്പെഡിഷനെ പറ്റിയും കോൾ മൈനിങ്ങിനെ പറ്റിയും റിസർച്ചിനെ പറ്റിയും അങ്ങനെയൊക്കെയുള്ള കുറേ ഇതൊക്കെ വായിച്ചു, ബുക്സ് വാങ്ങിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പം ഞാൻ പ്ലാൻ ചെയ്യാത്ത ഒരു ടൂറിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ജസ്റ്റ് അവിടെ കണ്ടു. എൻ്റെ ഹോട്ടലിൽ കയറുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ കുറേ അഡ്വർടൈസ്മെൻറ്റ്സ്, പല ടൂർ കമ്പനീൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിലൊരെണ്ണം കണ്ടു. അതൊരു ഹാഫ് ഡേ ടൂറാണെന്ന് കണ്ടു. സ്നോ ക്യാറ്റിൽ നമ്മളെ അവരിങ്ങനെ ആ ഒരു ടൗൺ പ്ലസ് കുറച്ചൊന്ന് ഔട്ട്സ്കേർട്സിൽ ഒരു മൗണ്ടനിലൊക്കെ ഒന്ന് ആ ഒരു സ്നോ ക്യാറ്റിൽ കൊണ്ടുപോകും. സ്നോ ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോറിയുടെയൊക്കെ ലുക്കാണ്. പക്ഷെ അതും ഈ സ്നോ മൊബൈലിൻ്റെ ഒരു ചെയിൻ പോലെയാണ് അതിൻ്റെ താഴെ പോകുന്നത്. അപ്പം അതും ഈ സ്നോയിലൂടെയും ഐസിലൂടെയും പോകാൻ പാകത്തിനുള്ള ഒരു വണ്ടിയാണ്. പക്ഷെ അതൊരു അത്യാവശ്യം ഒരു ബസ്സല്ല, ഒരു കുറച്ചുകൂടെ ഒരു വാൻ, ഒരു അത്രയും വലിപ്പമുണ്ട്. അപ്പം അതിൻ്റെ വേറെ ആരും ഇല്ല, ഞാൻ മാത്രമുള്ള അന്ന് ആ ടൂർ ബുക്ക് ചെയ്ത ഭാഗ്യത്തിന്. അപ്പം ഞാനും ഉണ്ട്, ഗൈഡും ഉണ്ട്. അപ്പം ഒരു പെൺകുട്ടിയാണ് ഗൈഡ് വന്നു. അപ്പം ഫ്രണ്ടിൽ തന്നെ എൻ്റെ അടുത്ത് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഗൈഡിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അവരിങ്ങനെ നമ്മളെ ആ ഒരു സെറ്റിൽമെൻറ്റ് കൂടാതെ കുറേ ഇങ്ങനെ മൗണ്ടൻസും അങ്ങനെയൊക്കെ കൊണ്ടുപോകും. അങ്ങനെ എന്നെ അവരുടെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാബിൻ ഉണ്ട് അവർക്ക്. അപ്പോൾ ആ ക്യാബിനിൽ കൊണ്ടുപോയി എനിക്ക് അവിടെ നിന്ന് ഇതുപോലെ ഹോട്ട് ഡ്രിങ്ക്സ് ഒക്കെ തന്നു. കുറച്ച് നേരം ഒരു ഫയർ പ്ലേസിലിരുന്ന് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ പോയി ഒരു മൗണ്ടൻ, അവിടെ നിന്നൊരു സൺസെറ്റ് വ്യൂ ഒക്കെ കിട്ടി. തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ ഈ ഒരു 4-5 ദിവസത്തെ സ്വാൽബാർഡ് ജേർണിയിൽ ലാസ്റ്റ് സ്റ്റേ ആണെന്ന് അവിടെ. അപ്പം ഞാൻ ആ ഒരു സ്നോ മൊബൈൽ ജേർണി കഴിഞ്ഞ് ഫ്രോസ്റ്റ് ബൈറ്റ് ആണ് എനിക്ക് വന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അക്സെപ്റ്റ് ചെയ്ത്. ആ ഒരു വിഷമം ഉണ്ടെങ്കിൽ കൂടിയും എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷവും എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിലുള്ള സന്തോഷവും അതായിരുന്നു എനിക്ക് ഏറെ കൂടുതൽ. അങ്ങനെ അവിടുന്ന് ഞാൻ അന്ന് രാത്രി ഒന്ന് സെറ്റിലായി, ബാഗൊക്കെ പാക്ക് ചെയ്തു. പിറ്റേന്ന് എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം രാവിലെ വീണ്ടും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ എല്ലാ ദിവസവും ഈ ടൂർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര പെട്ടെന്ന് കഴിച്ചിട്ട് പോകും. അന്ന് എനിക്ക് വേറെ ഒന്നുമില്ല, എൻ്റെ ഫ്ലൈറ്റ് ഉച്ചയ്ക്കെങ്ങാണ്ടാണ്. നമ്മുടെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ആ സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് മൗണ്ടൻ വ്യൂ നല്ല ഭംഗിയിൽ കിട്ടും. അങ്ങനെ ലാസ്റ്റ് ഡേ ലോങ്യർബനിൽ നിന്ന് എനിക്ക് ഉച്ചയ്ക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ബസ്സിൽ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു അവർ. അത് കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് ബാഗ് കൊടുത്തു. വേറെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അവിടെ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഓസ്ലോ, നോർവേയിൽ വന്ന് ലാൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അന്ന് അവിടെ സ്റ്റേ ഓവറാണ്. ഇങ്ങോട്ട് വന്ന് അതേ പ്രൊസീജിയർ തന്നെയാണ്. ഒരു 1 നൈറ്റ് നമ്മൾ ഓസ്ലോയിൽ സ്റ്റേ ഉണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് ഓസ്ലോയിൽ നിന്ന് ഫ്ലൈറ്റ്. അപ്പം ഓസ്ലോയിൽ നിന്ന് നേരെ ജർമ്മനിയിൽ വരികയാണ്. ഒരു സ്റ്റോപ്പ് ഓവർ ഇടയ്ക്കുണ്ട്. അത് കഴിഞ്ഞ് ജർമ്മനിയിൽ ഞാൻ എത്തി. ഡെസൽഡോഫ് എയർപോർട്ടിലാണ് എത്തുന്നത്. അതാണ് എൻ്റെ വീടിനടുത്തുള്ള എയർപോർട്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന് അതേപോലെ തന്നെയാണ് തിരിച്ച് പ്ലാൻ ചെയ്തിരുന്നത്. ഡെസൽഡോഫ് എത്തുമ്പം ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ ബാഗ് വരുന്നില്ല. അപ്പം ഒരു 15-20 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്കിതിന് മുന്നേ US ട്രിപ്പിൽ സംഭവിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ബാഗ് മിസ്സായി. ഫ്രാങ്ക്ഫോർട്ടിലാണ് മിസ്സായിരിക്കുന്നത്. അപ്പം ഞാൻ ഈ സ്വാൽബാർഡിൽ നിന്ന് കുറച്ച് മെമ്മറീസ് കുറേ വാങ്ങിയിരുന്നു. അത് ബുക്സ് ആയാലും സുവനിയേഴ്സ് ആയാലും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയതുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ആ ബാഗിലുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ക്യാബിൻ ട്രോളിയിൽ അന്ന് വെച്ചിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ചെക്കിൻ ബാഗിലായിരുന്നു. അപ്പോൾ എൻ്റെ അതൊക്കെ മിസ്സായി പോവോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. എന്തായാലും ഡെസൽഡോഫ് എത്തി. അവിടെ ചെന്ന് ബാഗ് മിസ്സായി എൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. വീട്ടിൽ വന്നു. നെക്സ്റ്റ് ഡേ എൻ്റെ ബാഗും എനിക്ക് വീട്ടിൽ കിട്ടി. എൻ്റെ സാധനങ്ങളെല്ലാം സേഫായിട്ട് അതിലുണ്ടായിരുന്നു. April 3, 2024 ഞാൻ എൻ്റെ സ്വാൽബാർഡ് ജേർണി അവസാനിപ്പിച്ച് ജർമ്മനിയിലെത്തുകയാണ്. ജർമ്മനിയിൽ നിന്ന് ഞാൻ യാത്ര തുടങ്ങി. ജർമ്മനിയിൽ തന്നെ ഈ യാത്ര അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഒരുപാട് മെമ്മറീസാണ് അതിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾക്കും ഇതുപോലുള്ള യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.